ഇത് ബ്രോങ്കോസ്കോപ്പി എപ്പോഴാണ് നമ്മൾ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള പേഷ്യൻറ്റിന് ചെയ്യുന്നതെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നുള്ള പേഷ്യൻസിന് നമ്മൾ ആദ്യം പേഷ്യൻസ് വരുന്ന സമയത്ത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വരുമ്പോൾ ഇപ്പോൾ പേഷ്യൻറ്റിന് ചിലപ്പോൾ ന്യൂമോണിയ ആയിരിക്കാം, അതായത് ഒരു കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ പോലെ നമുക്ക് എക്സ്റേയിൽ കാണാം അല്ലെങ്കിൽ CT സ്കാനിൽ കാണാം. അത് കഴിഞ്ഞിട്ട് അതല്ലാതെ തന്നെ ലീഷൻ, അതായത് ക്യാൻസർ പോലുള്ള എന്തെങ്കിലും നമ്മൾ ക്യാൻസറായിട്ട് നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലീഷൻ കാണുമ്പോൾ നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യാറുണ്ട്. ആദ്യം ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻസിന് നമ്മൾ ന്യൂമോണിയ ഇൻഫെക്ഷനൊക്കെയാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം കഫം പരിശോധിക്കാനായിട്ട് വിടും. അപ്പോൾ നമ്മൾ കഫം TB ടെസ്റ്റിന്, ഇപ്പോൾ TB പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മൾ TB ടെസ്റ്റിന് വിടും, കഫം കൾച്ചറിന് വിടും. അപ്പോൾ ഇൻ കേസ് കഫത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് കൾച്ചർ പോസിറ്റീവ് ആവുകയോ അല്ലെങ്കിൽ TB പോസിറ്റീവ് ആവുകയോ ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ചില പേഷ്യൻസിന് നമ്മൾ കഫം പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിലും കൾച്ചറിൽ നമുക്കൊരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടത്തില്ല. TB നമ്മൾ സസ്പെക്ട് ചെയ്താലും നമ്മൾ TB ടെസ്റ്റിന് വിടുന്ന സമയത്ത് TB ഡിറ്റക്റ്റ് ചെയ്യത്തില്ല കഫത്തിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മളൊരു ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ബ്രോങ്കോസ്കോപ്പി എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ബാൽ വാഷിങ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ നിന്ന് നേരിട്ട് നമ്മൾ സാമ്പിൾ എടുത്ത് വിടുന്ന, സാമ്പിൾ നമ്മൾ ടെസ്റ്റിന് വിടുന്ന ഒരു ടെസ്റ്റാണ് ബ്രോങ്കോസ്കോപ്പി. അപ്പോൾ നമ്മൾ അത് വീണ്ടും നമ്മൾ ആ ശ്വാസകോശത്തിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടിയ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ കൾച്ചറിന് വിടും, നമ്മളത് TB ടെസ്റ്റിന് വിടും. അപ്പോൾ നമ്മൾ കഫം ടെസ്റ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പോലെ ആയിരിക്കത്തില്ല ബ്രോങ്കോസ്കോപ്പിയിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്ത് വിടുന്നത്. കാരണം നമ്മൾ നേരെ അത് ശ്വാസകോശത്തിൽ നിന്ന് തന്നെ എടുക്കുന്നത് കൊണ്ട് അത് ചിലപ്പോൾ കൂടുതൽ പോസിറ്റീവ് ആവാനുള്ള ചാൻസസ് അതിന് കൂടുതലാണ്. അപ്പോൾ നമ്മളത് ബ്രോങ്കോസ്കോപ്പിയുടെ സാമ്പിൾ നമ്മൾ അതിനെ കൾച്ചറിന് വിടുകയും TB ടെസ്റ്റിന് വിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് പോസിറ്റീവ് വരുമ്പോൾ അതനുസരിച്ച് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതല്ല നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്ന സമയത്ത്, അതായത് CT സ്കാൻ എടുത്ത് നോക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് മാസാണ് അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും ഒരു ലീഷനാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബ്രോങ്കോസ്കോപ്പി വഴിയാണ് അതിൻ്റെ ബയോപ്സി എടുക്കുന്ന പേഷ്യൻ്റ്. അപ്പോൾ ബയോപ്സി എടുത്താൽ മാത്രമേ അത് എന്ത് ക്യാൻസറാണ്, ക്യാൻസർ തന്നെയാണോ എന്നുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ബ്രോങ്കോസ്കോപ്പി വഴി നമ്മൾ അതിന് ബയോപ്സി എടുക്കും. അപ്പോൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ, അതായത് എന്തൊക്കെയാണ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ബ്രോങ്കോസ്കോപ്പി നമ്മൾ പേഷ്യൻസിന്, അതായത് ഒരുപാട് ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസിന്, അതായത് ചുമയ്ക്കുന്ന സമയത്ത് കഫത്തിൽ രക്തം വരുന്ന ഒരുപാട് രക്തം വരുമൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസ്, അതായത് അതിൽ സ്റ്റേബിൾ അല്ല, ഓക്സിജൻ സാച്ചുറേഷൻ അവർക്ക് വളരെ കുറവാണ്, നല്ല രീതിയിൽ ശ്വാസം മുട്ടലുണ്ട്, അതല്ല പേഷ്യൻ്റ് NIV മെഷീൻ, അതായത് വെൻറ്റിലേറ്ററിന് തൊട്ടതായുള്ള ഒരു മെഷീനാണ് NIV മെഷീൻ, അതിൻ്റെ സപ്പോർട്ടോടെയൊക്കെയാണ് പേഷ്യൻ്റ് ശ്വാസം എടുക്കുന്നതെങ്കിൽ നമ്മൾ ബ്രോങ്കോസ്കോപ്പി ആ പേഷ്യൻറ്റിനെ ചെയ്യത്തില്ല. സ്റ്റേബിളായിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മളിപ്പോഴും ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെൻറ്റിലേറ്ററിലുള്ള പേഷ്യൻസിന് പോർട്ടബിൾ സ്കോപ്പി ചെയ്യാറുണ്ട്. അതായത് വെൻറ്റിലേറ്ററിൽ പേഷ്യൻ്റൊക്കെ നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്ത് വെൻറ്റിലേറ്ററിൽ ICUവിൽ കിടക്കുന്ന പേഷ്യൻ്റാണ് ബ്രോങ്കോസ്കോപ്പി ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോർട്ടബിൾ സ്കോപ്പി, അതായത് നമ്മൾക്ക് സ്കോപ്പി റൂമിൽ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ, ഒരു സ്ക്രീനിൽ കാണാതെ തന്നെ നമ്മളുടെ സ്കോപ്പിയിൽ തന്നെ ക്യാമറ വെച്ചിട്ട് സ്ക്രീൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് പോർട്ടബിൾ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതും ചെയ്യാം. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഡോക്ടർ, നിങ്ങളുടെ പൾമണോളജിസ്റ്റ് നിങ്ങൾക്ക് ബ്രോങ്കോസ്കോപ്പി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബ്രോങ്കോസ്കോപ്പി എടുക്കാനായിട്ട് ലേറ്റ് ആവുകയോ ബ്രോങ്കോസ്കോപ്പി ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ബ്രോങ്കോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പി ചെയ്യാനായിട്ടുള്ള ഒരു ഭയം കാരണം അത് ഒഴിവാക്കാനോ പാടില്ല. കാരണം നമുക്ക് ഡയഗ്നോസിസ് കഫത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് കിട്ടാത്തതും CT സ്കാൻ എക്സ്റേ ഒക്കെ എടുത്ത് കിട്ടാത്തതും നമുക്ക് ബ്രോങ്കോസ്കോപ്പിയിലാണ് എപ്പോഴും നമുക്കതിൻ്റെ കൺഫർമേഷൻ വരുന്നത്. പ്രത്യേകിച്ചും ബയോപ്സി പോലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ബ്രോങ്കോസ്കോപ്പ് ഇട്ട് ബയോപ്സി എടുത്താൽ മാത്രമേ അതിൻ്റെ സാമ്പിളിൻ്റെ കറക്റ്റ് അതായത് പത്തോളജിക്കൽ റിപ്പോർട്ട് കിട്ടുകയും ക്യാൻസർ ആണോ ക്യാൻസർ അല്ലയോ, അത് ക്യാൻസർ ആണെങ്കിൽ തന്നെ അതിൻ്റെ സ്റ്റേജ് എന്താണ്, എന്ത് തരം ക്യാൻസറാണ് എന്ന് നമുക്ക് അതായത് അതിൻ്റെ തുടക്കത്തിലെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്ന പേഷ്യൻ്റ്, ഇപ്പോൾ ബ്രോങ്കോസ്കോപ്പി നമ്മൾ ചെയ്യുമ്പോൾ അതായത് നമുക്കത് ഒരു OP ബേസിസിൽ ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ പറ്റും. അതായത് സ്റ്റേബിളായിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനെ രാവിലെ അഡ്മിറ്റാക്കി അത് കഴിഞ്ഞ് ബ്രോങ്കോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞ് നമുക്കതിൻ്റെ റിപ്പോർട്ട്സൊക്കെ വരുന്നത് വരെ പേഷ്യൻറ്റിനെ അവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ കിടത്തണമെന്നില്ല. പേഷ്യൻറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കേസസാണ് ഞാൻ പറഞ്ഞത്. പേഷ്യൻറ്റിന് OP ബേസിസിൽ പോയിട്ട് പിന്നെ റിപ്പോർട്ട് കളക്ട് ചെയ്യാനായിട്ട് വരാം. അതല്ല സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മളെപ്പോഴും പേഷ്യൻറ്റിനെ അഡ്മിറ്റാക്കിയിട്ടാണ് ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ബ്രോങ്കോസ്കോപ്പി പറയുന്ന സമയത്ത് പേഷ്യൻ്റ് എന്നുള്ള ഇത് കാണുന്ന പേഷ്യൻസ് ഇതൊക്കെയാണ് ബ്രോങ്കോസ്കോപ്പി എപ്പോഴൊക്കെയാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ അസുഖങ്ങളാണ് ബ്രോങ്കോസ്കോപ്പി വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കാരണം TB പോലെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ കഫം പരിശോധിച്ചാലും ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സാമ്പിൾ പരിശോധിച്ചാലും നമുക്ക് പോസിറ്റീവായിട്ടൊരു റിസൾട്ട് വരണമെന്നില്ല. എന്നാൽ നമ്മൾ CT സ്കാൻ നോക്കുമ്പോഴും പേഷ്യൻ്റ് സിംറ്റംസ് പറയുമ്പോഴും പേഷ്യൻറ്റിനെ പരിശോധിക്കുന്നതിലൂടെ നമുക്കത് TB ആണെന്നൊരു ഡൗട്ട് കാണുകയും ചെയ്യും. അപ്പോൾ ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് സാമ്പിൾ നമ്മൾ സെൻഡ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കൺഫർമേഷൻ TB ആണെന്നുള്ളതിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ്.
അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിനോട് ചേർന്ന് ഏതെങ്കിലും ലിംഫ് നോഡ്, അതായത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുമോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഭാഗമായിട്ടൊക്കെ ലിംഫ് നോഡ് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബയോപ്സി എടുക്കാനും ബ്രോങ്കോസ്കോപ്പ് വഴി നമുക്ക് ബ്രോങ്കോസ്കോപ്പ് ചെല്ലുന്നിടത്തു നിന്നാണ് അവിടെയാണ് ആ ഒരു ലീഷൻ ഉള്ളതെങ്കിൽ നമുക്കതിൽ നിന്ന് ബയോപ്സി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ബ്രോങ്കോസ്കോപ്പി നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ഇൻഡിക്കേഷൻ, അതായത് എന്തിനാണ് ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്, അപ്പോൾ ബ്രോങ്കോസ്കോപ്പി ചെയ്താൽ നിങ്ങൾക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളത് ഡിലേ ചെയ്യാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ പറയുവാണെങ്കിൽ അത് ചെയ്തിരിക്കേണ്ടതാണ്.